ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുകയും കട്ട സപ്പോർട്ട് ചെയ്യുന്ന ചങ്കുകളായ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരിക്കലും നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു കിടുക്കൻ നൂഡിലിൻ്റെ റെസിപ്പി കേട്ടോ. ഇനി നൂഡിലൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇതുപോലെ പുഷ്ക് പോലെ ഉണ്ടാക്കാം. ആദ്യം തന്നെ പല ടൈപ്പിലുള്ള ക്യാപ്സിക്കൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നീളത്തിലങ്ങ് അരിയുക. കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം ഒന്നും നോക്കണ്ട, കണ്ണടച്ച കണ്ടോ. അതിനുശേഷം ഒണിയനും ക്യാരറ്റും ബീൻസും ക്യാബേജും ഈ വക സാധനങ്ങളെല്ലാം ഇതുപോലെ നീളത്തിലരിയുക, അതായത് ജൂലിയനായിട്ട് തന്നെ കട്ട് ചെയ്യുക. ചെറിയ തിക്നെസ് ഉണ്ടായിക്കട്ടെ, തീരെ തിന്നായി കഴിഞ്ഞാൽ വാടിയങ്ങ് പോകും. ഇച്ചിരി ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടി ചെറുതായിട്ട് ഇച്ചിരി വണ്ണത്തിലങ്ങ് കട്ട് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ചാനലൊന്ന് സ്റ്റൈലായിട്ടൊന്ന് ലൈക്ക് ചെയ്തത്, ഒന്ന് കമൻറ്റ് ചെയ്തത്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൈനീസ് ഐറ്റംസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള പേരുണ്ടെങ്കിൽ അതങ്ങ് ഇടുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മളിത് ഇതുപോലെ കറക്കി അങ്ങ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നൂഡിലൊന്ന് വേവിക്കണം. അതിനാദ്യം ഇതുപോലെ വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം ഒരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ശേഷം വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെക്കുക. വെള്ളം തിളച്ച് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നൂഡിലെടുത്തൊരു മറി, ഇതുപോലെ നൂഡിലെടുത്തൊരു മറിച്ച ശേഷം ഞാനിപ്പോൾ ഒരു പാക്കറ്റ് നൂഡിലാണ് കേട്ടോ ഇതിൻ്റെ അത് ബോയിൽ ചെയ്യാൻ നോക്കുന്നത്. ഈ നൂഡിലെടുത്ത് മറിച്ച് ഇത് നൂഡിലൊന്ന് വേവാൻ വെക്കുക. ഒരു മാക്സിമം 7-8 മിനിറ്റ് മാക്സിമം. അതായത് നൂഡിലെടുത്ത് നോക്കേണ്ടത് ഇതുപോലെ എടുത്ത് നോക്കുക. ശേഷം ഇങ്ങനെ നമ്മളൊന്ന് പിടിച്ച് നോക്കുക. കറക്റ്റ് കുക്കായിരിക്കണം, അതായത് പൊടിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഇതായിരിക്കണം. എന്നിട്ട് ഇതുപോലെ അരിക്കുക. അതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച ശേഷം ഈ വെള്ളമെല്ലാം ഊറിയ ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇങ്ങനെ തിരുമ്മി വേറൊരു പാത്രത്തിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും. ശേഷം നമ്മൾ ആദ്യം തന്നെ ചൈനീസ് കടായി ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം പച്ച ചിക്കൻ നീളത്തിലരിഞ്ഞ് ഇതുപോലെ തന്നെ ജൂലിയനായിട്ട് അരിഞ്ഞ സാധനം ഇതിലിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. മാക്സിമം ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് ഈ സാധനം ലെവലായി കഴിയുമ്പോഴേക്ക് അവനെ എടുത്ത് ഇതുപോലെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. കണ്ടോ, ഇതുപോലെ എടുത്ത് അടുത്ത പാത്രത്തിലേക്ക് മാറ്റി ശേഷം അടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 മുട്ട കേട്ടോ, 2 മുട്ട എടുത്ത് അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ബുർജിയാക്കി മാറ്റുക. ലൈറ്റായിട്ട് ഉപ്പിടണം കേട്ടോ മുട്ടയിൽ കേട്ടോ. മുട്ടയിൽ ലൈറ്റായിട്ട് ഉപ്പിട്ട ശേഷം ഇതുപോലെ ബുർജിയാക്കി അതും മാറ്റി വെക്കുക. ശേഷം കടായിൽ നിന്ന് ക്ലീൻ ആക്കിയ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെയിറ്റുകളെല്ലാം കൂടെ ഇതിലേക്ക് ഒരു മറിക്കുക. എന്നിട്ട് അവനെ ഇതുപോലെ തന്നെ സ്റ്റൈലായിട്ട് അങ്ങ് ടോസ് ചെയ്തു. വീട്ടിലാകുമ്പോഴേക്ക് നിങ്ങൾക്ക് ചെറിയ ഇതുപോലെ പാത്രങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ നോൺ സ്റ്റിക്ക് പാനൊക്കെ, അതിലിട്ട് ഇങ്ങനെ വാട്ടിയെടുത്താലും മതി, നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. ചൈനീസ് കുക്കിങ്ങിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെയിം ഇച്ചിരി എപ്പോഴും തള്ളിയിരിക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത്ര ഫ്ലെയിമിലല്ല, ലൈറ്റായിട്ട് ഫ്ലെയിം കുറച്ചാണ് ഇത് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇതെല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടിയ ശേഷം നൂഡിലെടുത്തൊരു മറിച്ച ശേഷം ഇവനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ലെവലായി വരുമ്പോഴേക്കും ലൈറ്റ് സോയ, ഡാർക്ക് സോയാണ് കുറച്ച് മതി, ലൈറ്റ് സോയാണ് ഇത്ര അളവിൽ. അതിന് ശേഷം വൈറ്റ് പെപ്പർ, സാൾട്ട്, ഉപ്പ്, പഞ്ചസാര, കുറച്ച് ബട്ടറും കൂടി ഇട്ടേക്കണം. എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്ത് ചിക്കനും കൂടി ഇട്ട ശേഷം ഇവനെ ഇതുപോലെ എടുത്ത് മറി വയ്ക്കും. പിന്നെ ചൈനീസ് കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടന്നങ്ങ് അടിക്കണം നമ്മളങ്ങ്. അപ്പോൾ മാത്രമേ ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ചൂടിലും കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാനും നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യണമെന്നില്ല, കാരണം കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമെന്നങ്ങ് മറിക്കുന്നത് ഇതുപോലെ മുട്ടയൊക്കെ ഇട്ടിട്ട് അങ്ങ് മറിച്ചോണം. തീയൊക്കെ കൊടുത്തത് നമ്മുടെ വീടുകളിലെല്ലാം ഡൊമസ്റ്റിക് ബർണർ ആയതുകൊണ്ട് നമുക്ക് അത്ര ഇതായിട്ടില്ല. അപ്പോൾ ഹൈ പ്രഷർ ബർണറിൽ വേണം ചെയ്യാം. വീടുകൾ ചെയ്യുമ്പോഴേക്ക് നോൺ സ്റ്റിക്ക് പാനിലെടുത്ത് ഇങ്ങനെ ഫ്ലോയിലിട്ടെങ്കിൽ ടോസ് ചെയ്താൽ മതി. ഇതുപോലെ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ല സ്റ്റൈലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ആവശ്യത്തിന് എണ്ണമയം ഉണ്ടെങ്കിൽ അടി പിടിക്കാതിരിക്കും. പിന്നെ നൂഡിൽ ഓൾറെഡി നമ്മൾ ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പെട്ടെന്നൊന്നും അടി പിടിക്കത്തില്ല, ഈ സാധനം പേടിക്കണം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി എടുക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി വരെ. എന്നിട്ട് ലാസ്റ്റ് ഗാർണിഷായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൂടെ അവനെ ഇതുപോലെ സ്റ്റൈലായിട്ട് കറക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങ് വാരിയെടുക്കുക. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അധികം നേരമൊന്നും വീട്ടിൽ മാക്സിമം പോയി ഒരു 10 മിനിറ്റ് ഇത് ബോയിൽ ചെയ്ത് ഈ സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ലെവലാക്കി ഇച്ചിരി സോസും കൂടെ ഇട്ട് കഴിയുമ്പോൾ സംഭവം കിട്ടുക സാധനമായിട്ട് കഴിക്കില്ല. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കുക. ചങ്ങാതി ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ലേ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറിയും വേണ്ട. ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കുറച്ച് സെല്ലറി ലീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി. എന്നിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഒരു മറിക്കുക. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല ചങ്ങാതിമാർക്ക്.
നല്ല സ്റ്റൈലായിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്നത് അതിൽ സൂപ്പറാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലെന്നൊന്നും പറയാൻ പറ്റില്ല. റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നേക്കാളും നല്ല സ്റ്റൈലൻ നൂഡിൽ വീട്ടിൽ നല്ല കിട്ടുക്ക സാധനമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും പറയും റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽ എന്ന് പറയില്ല. അപ്പോൾ അതിനേക്കാളും നല്ല കിട്ടുക്ക സാധനം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ചില്ലി വിനീഗറും ഇച്ചിരി സോയാ സോസും കൂടെ ഇട്ടിട്ട് എൻ്റെ ചങ്ങാതി എന്നിട്ട് കൈയിട്ട് ഊണൊന്നും വേണ്ടെന്ന് ആ കൈയിട്ടൊന്നും ഇളക്കുക. ഇതുപോലെ ഇളക്കിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കുക എൻ്റെ ചങ്ങാതി. ഈ സംഭവം വേറെ ലെവലാട്ടോ, ഒന്നും പറയാനില്ല, കണ്ണടത്തങ്ങ് പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. ഒരു കാരണവശാലും മറക്കുക. ചങ്ങാതിമാർ കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഡിയോയ്ക്ക് വന്ന സപ്പോർട്ട് ഭയങ്കര സ്നേഹമുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. നിങ്ങളുടെ സപ്പോർട്ട് സ്നേഹമാണ് എല്ലാം. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ കിട്ടിയ